ഹായ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എനിക്ക് ഒരുപാട് ആൾക്കാർ മെസ്സേജ് ചോദിച്ചു, വാട്സപ്പിൽ മെസ്സേജ് ചോദിച്ചു, ബ്രോ നിങ്ങൾ കാട്ടാളൻ സിനിമ കണ്ടില്ലേ? സാധാരണ നിങ്ങൾ അതിവേഗം സിനിമയുടെ റിവ്യൂസൊക്കെ ഇടാറുണ്ട്. എന്താണ് കാട്ടാളന് എല്ലാവരും റിവ്യൂ ഇട്ട്, നിങ്ങളെന്താ റിവ്യൂ ഇടാത്തതെന്ന് ചോദിച്ചു. വേറെ ഒന്നുമല്ല, നമ്മളെ പെരുന്നാളല്ല, അപ്പോൾ അതുകൊണ്ട് പടം രാവിലെ കണ്ടിട്ടില്ല. നമ്മൾ ഉച്ചയ്ക്ക് ശേഷം കണ്ട് കഴിഞ്ഞ് വന്നിട്ടുള്ളൂ. അപ്പോൾ കണ്ടിട്ട് നമ്മളതിൻ്റെ റിവ്യൂ പറയുന്നതല്ലേ ശരി. അപ്പോൾ കണ്ടിട്ട് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ സിനിമ 2 മണിക്കൂറാണ്. അതായത് മലയാള സിനിമ സാധാരണ 2 മണിക്കൂർ ഈ അടുത്തൊന്നും ഉണ്ടാവാറില്ല. ഒരു 2.5, 2.75, 3 മണിക്കൂറിൻ്റെ അടുത്തണം. പക്ഷെ നല്ല ടൈമായിട്ട് 2 മണിക്കൂർ സിനിമ ബോറടിക്കാതെ നമുക്ക്, അതും ഫാസ്റ്റ് കട്ടിൽ പോകുന്ന ഒരു സിനിമയാണ്. പക്ക ആക്ഷൻ പടം. അതായത് തുടക്കം മുതൽ സിനിമയുടെ അവസാനം എനിക്ക് തോന്നുന്നു മാർക്കോയേക്കാൾ ഏറ്റവും കൂടുതൽ ആക്ഷനുള്ള സിനിമ കേട്ടോ. മാർക്കോയേക്കാൾ കൂടുതൽ ആക്ഷൻ. പിന്നെ പല ആളുകളും പറഞ്ഞു കേട്ട്, ഞാൻ സിനിമയിലോട്ട് വരാം, പെപ്പയെ കൊണ്ട് ഈ റോള് എന്താണ് എടുത്താൽ പൊന്തുന്നില്ല അവിടേക്ക് വരാൻ. പക്ഷെ അതൊക്കെ വെറും ഒരു എന്താ പറയുക, ഒരാളെ എന്താ പറയുക വ്യക്തിഹത്യ നടത്തുന്ന പോലെ തോന്നി. കാരണം പുള്ളിയൊക്കെ അതിൻ്റെ ഒരു ലാസ്റ്റ് ആ സിനിമയുടെ അവരെ ഫൈറ്റും കാര്യങ്ങളൊക്കെ ഒരു എന്താ പറയുക ബിഹൈൻഡ് സീന് കാണിക്കുന്നുണ്ട്. അത് കണ്ട ഈ പറഞ്ഞവന്മാരെ എല്ലാം നിൽക്കും. നല്ലവണ്ണം ഒന്ന് എടുത്ത് ചാടാൻ അറിയാത്തവന്മാരാണ് എടുത്ത് കുരക്കണത്. അതുകൊണ്ട് അതൊന്ന് മാറ്റിയേക്കാം. കാര്യത്തിലോട്ട് വരാം. സിനിമ ഇപ്പോൾ പുഷ്പ നമുക്കറിയാം ഒരു ചന്ദനവേട്ടയാണ്. എന്നാൽ ഇതാണെങ്കിൽ ഒരു ആനവേട്ട. അതായത് ഒരു ആനക്കൊമ്പ് കടത്തുന്ന 2 ടീം, അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ, അതിലോട്ട് ഒരാൾ അവർക്ക് ഹെൽപ്പായിട്ട് വരും. പിന്നെ അങ്ങനെയുള്ള ഓരോ പ്രശ്നം, പിന്നെ അവരുടെ ജോലിക്കാരായിട്ട് ഒരുപാട് അവരെ ഭീഷണിപ്പെടുത്തിയും ഒരുപാട് ആൾക്കാരെ കൊന്നിട്ടും അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ്. അതായത് എന്താ പറയുക വയലൻസ് പടം തന്നെയാണ്. ഇതിൽ അവർ പറഞ്ഞു വയലൻസും കാര്യങ്ങളൊന്നും ഇല്ലയെന്ന്. വയലൻസും കാര്യങ്ങളില്ലയെന്ന് പറഞ്ഞെന്താ വെച്ചാൽ, നമുക്ക് വയലൻസും കാര്യങ്ങളും ഹൈഡ് ചെയ്ത് വെക്കുന്നുണ്ട്. അതായത് പക്ക ആക്ഷനാണ്. നമുക്ക് ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ നമുക്ക് ആകെ ഭയം തോന്നും, നമുക്ക് ഒരുപാട് വിഷമം തോന്നുന്ന കാര്യങ്ങളൊക്കെ. പക്ഷെ എന്നാൽ അവർ പ്രേക്ഷകന് കണ്ണ് അല്ലെങ്കിൽ തല തിരിക്കേണ്ട രീതിയിലുള്ള ഒരു വയലൻസാക്കി കാണിക്കുന്നില്ല. വയലൻസ് ഒരുപാട്, എനിക്ക് തോന്നുന്നു മാർക്കയേക്കാൾ വയലൻസ് ഉണ്ട്. പക്ഷേ അത് അവർ ഹൈഡ് ചെയ്ത രീതിയിലാണ് ഇതിൽ കാണിക്കുന്നത്. നമുക്ക് മാർക്കയൊക്കെ നമ്മൾ ക്ലൈമാക്സ് കാണുമ്പോൾ നമുക്ക് എന്തായാലും കണ്ണ് പൊത്തിയിട്ടും തല തിരിച്ചൊരു കാണേണ്ട അവസ്ഥയാണ്. അതായത് കുട്ടികൾക്കൊക്കെ കാണാം, പക്ഷേ ഇത് എല്ലാവർക്കും കാണാം. കാരണം അത് പരമാവധി ഹൈഡ് ചെയ്തിട്ട് ഫാമിലിക്കൊക്കെ കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഫാമിലി സബ്ജക്റ്റും കൂടി അത്. എന്നാൽ പക്ക ആക്ഷൻ പടം. പിന്നെ പല ആളുകൾ പറഞ്ഞു ഉണ്ണിയെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഫൈറ്റ് ചെയ്യാൻ പെപ്പയെ കൊണ്ട് കഴിയില്ല. അതൊക്കെ വെറും ഒരു ഇതാട്ടോ, ഒരു മുടന്ത് ന്യായം തന്നെ പറയാൻ. പുള്ളിയൊക്കെ ആ തുടക്കം മുതൽ ആ ലാസ്റ്റ് വരെ പിന്നെ എന്താ വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജിൽ മാത്രം. കാരണം ഉണ്ണി മുകുന്ദനെ ആ മാർക്കൊക്കെ വേണ്ടി അത്യാവശ്യം ബോഡിയൊക്കെ സെറ്റായി വർക്കൗട്ട് ചെയ്തു. പക്ഷേ ഇതിൽ പുള്ളി അങ്ങനെയൊന്നും ചെയ്തില്ല. അതുകൊണ്ടാകും പല ആൾക്കാരും അതിനൊക്കെ എതിർക്കണമെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ അതായത് ഒരു സ്ക്രിപ്റ്റ് വൈസ് നോക്കുമ്പോൾ നമുക്ക് വലിയൊരു എന്താ പറയുക ഒരു ഇൻട്രസ്റ്റിംഗ് ആണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു നല്ലൊരു തോട്ടാണ്, അതായത് ആനവേട്ട, പിന്നെ അതിലുണ്ടാകുന്ന ഓരോ പ്രശ്നങ്ങളും കാര്യങ്ങളും, പിന്നെ ഇതൊക്കെ സംഭവങ്ങൾ തന്നെയാണ് നമ്മൾ പഴയ സിനിമയിലൊക്കെ കണ്ടു വന്നത്. പക്ഷേ അതൊരു വേറെ രീതിയിൽ എക്സാഗ്രേറ്റ് ചെയ്തിട്ട് ഉണ്ടാക്കിയ സംഭവമൊക്കെ തന്നെയാണ്. പടം ആ ഒരു കഥാ ബേസ് അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് ബേസ് നോക്കുമ്പോൾ വലിയത്. പക്ഷേ അതിൻ്റെ മേക്കിങ് എടുത്ത് വെച്ച ഒരു പുതിയ സംവിധായകനാണ് ഒരിക്കലും നമുക്ക് തോന്നാത്ത രീതിയിലുള്ള മേക്കിങ്ങും കാര്യങ്ങളായിട്ട് പുള്ളി എടുത്ത് വെച്ചിട്ട് പോൾ ജോർജിന് അതിന് ഹാറ്റ്സ് ഓഫ്. പിന്നെ എനിക്ക് തോന്നിയത് ഈ സിനിമ, പിന്നെ അതുപോലെ ജഗദീഷ് എടുത്ത് പറയണം, നല്ലൊരു പുള്ളിയുടെ ആ റോള് മാർക്കോയിലൊരു വില്ലനാണ്. പക്ഷേ ഇതിൽ പുള്ളി വേറൊരു രീതിയിലുള്ള ക്യാരക്ടറാണ് പിടിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ഹനാൻഷാക്ക് പിന്നെ പ്രത്യേക ഡയലോഗും കാര്യങ്ങളൊന്നും ഇല്ല. പുള്ളി ആക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പുള്ളിനൊരു നായകസ്ഥാനത്തിൻ്റെ അടുത്ത് തന്നെ നിർത്തി. പക്ഷെ എന്തായാലും പുള്ളിക്ക് ഡയലോഗ് ആയിരുന്നു. അതുപോലെ ഈ പെപ്പയ്ക്കും ഡയലോഗിൽ പുള്ളി അധികം ഇല്ല. പുള്ളി ഫുൾ ആക്ഷനാണ്. പടം തുടങ്ങി മാർക്കോയിലൊക്കെ നമുക്ക് എന്താ പറയുക ഓർത്ത് വെക്കാൻ ഒരുപാട് ഡയലോഗും കാര്യങ്ങളൊക്കെ. പക്ഷേ ഇതിൽ ഡയലോഗും കാര്യങ്ങളും പെപ്പയ്ക്കില്ല. അത് പല ആളുകൾക്കും ഒരു നെഗറ്റീവായിട്ട് തോന്നാം എന്ന് എനിക്ക് തോന്നുന്നു. കാരണം പുള്ളിക്ക് ഡയലോഗുകൾ വളരെ കുറവാണ്. പിന്നെ ഉള്ള ഡയലോഗും നമുക്കൊരു എന്താ പറയുക നമുക്കൊരു ഒരു പ്രത്യേക ഒരു സംഭവമായിട്ട് നമുക്ക് തോന്നുന്നില്ല. ആക്ഷനിൽ പുള്ളി പക്കയാണ്, ആ കാര്യത്തിലൊക്കെ ഓക്കെയാണ്. പിന്നെ ഈ സിനിമയ്ക്ക് എനിക്ക് തോന്നുന്നു നെഗറ്റീവ് ഒരുപാട് ആളുകൾ പറയുന്ന, ഒരുപാടല്ല കുറച്ച് ആളുകൾ പറയാൻ കാരണം ഈ സിനിമ കഴിഞ്ഞ് ലാസ്റ്റ് വരുന്ന ഒരു ക്യാരക്ടറുണ്ട്, ഒരു സർപ്രൈസ് ആളുണ്ട്. അതായത് ലോർഡ് മാർക്കോ.
ഈ ഒരു കാരണമാണ് ഒരുപാട് ആൾക്കാർക്ക്, അല്ലെങ്കിൽ ഒരു ടീമുണ്ട്. ഇപ്പോൾ തിയേറ്ററിൽ അവരൊരു പടം ഓടുന്നുണ്ട്, ആ പടം ഒരു സിനിമയുടെ റെക്കോർഡ് മറികടക്കാനാണ് അതായത് ലോകയുടെ റെക്കോർഡ് മറികടക്കാനുള്ള ഓട്ടത്തിലാണ്. 7 ദിവസം കൊണ്ടൊക്കെ 200 കോടി തള്ളി മറിച്ചിട്ടുണ്ട്. 2 ദിവസം 50 കോടി, 4 ദിവസം 100 കോടി, 6 ദിവസം 150 കോടി, ഇന്ന് 7ാമത്തെ ദിവസം 200 കോടി, ഒറ്റ ദിവസം 50 കോടി. അപ്പോൾ അങ്ങനെ തള്ളിയ ടീമുണ്ട്. അവരാണ് ഈ സിനിമ നെഗറ്റീവ് അടിച്ച് ഒരു മൂലയ്ക്ക് ഇരുത്താൻ നോക്കുന്നത്. അവന്മാരെ കളികൾ തന്നെയാണ് ഇതിനുള്ള ഒരിത്. കാരണം ലോഡ് മാർക്കായിട്ട് വരുന്നത് നമ്മുടെ മമ്മൂക്കയാണ്. അതായത് ക്ലൈമാക്സിൽ ലാസ്റ്റ് എൻഡ് ക്രെഡിറ്റിൽ വരുന്നത് മമ്മൂക്കയുടെ ഒരു ക്യാരക്ടറാണ്. അത് അവർ മുൻപേ പ്ലാൻ ചെയ്ത കാര്യം. ലോഡ് മാർക്ക് ഒരു മമ്മൂക്ക വരുന്നൊക്കെ മാർക്കോൻ്റെ ടൈമിൽ തന്നെ നമുക്ക് അതിൻ്റെ ന്യൂസും കാര്യം കിട്ടി. അത് ഈ സിനിമയിലൂടെ അവർ റിവീൽ ചെയ്തിട്ടുണ്ട്. അതാണ് ഇവന്മാർക്ക് ഇങ്ങനെ ചൊറിച്ചലും കാര്യങ്ങളൊക്കെ. പിന്നെന്താ വെച്ചാൽ സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എടുത്ത് പറയാതെ കേട്ടോ, രവി ബസൂർ പുള്ളി തുടക്കം മുതൽ അവസാനം വരെ എന്തിന് ഒരു ഉറുമ്പ് അനങ്ങിയ ഒരു അതിനടക്കം BGM. ഞാൻ ആദ്യമായിട്ട് കണ്ടു ഒരു മലയാള സിനിമയിൽ, അല്ലെ ഒരു ഇന്ത്യൻ സിനിമ തന്നെ ഒരു എന്തെങ്കിലും സാധനം ചലിച്ചാൽ കൂടി അതിനടക്കം BGM. ആ കാര്യത്തിൽ പുള്ളിയെ, അതായത് സിനിമയിൽ നമുക്ക് ബോറടിക്കില്ല, ഇങ്ങനെ കേട്ടിങ്ങനെ ചെവിയിട്ട് ഇങ്ങനെ അലച്ചോണ്ടിരിക്കും. അതായത് സിനിമ എനിക്ക് പൊതുവെ നോക്കുക 2 മണിക്കൂർ നമുക്കൊരു മോശമില്ലാത്തൊരു, നമുക്ക് പൈസ വസൂലാണ്. പിന്നെ ഒരുപാട് ലോജിക്കൊന്നും അന്വേഷിച്ച് നമുക്ക് എന്നാൽ അങ്ങനെ ഒരുപാട്, ഇപ്പോൾ നമ്മൾ പുലിമുരുകനൊക്കെ ലോജിക്ക് അന്വേഷിച്ചിട്ടാണ് അങ്ങനെ. അതുകൊണ്ട് ലോജിക്കലി നമുക്ക് വലിയൊരു തോന്നില്ല. പക്ഷേ പടം മൊത്തത്തിൽ ഒരു എന്താ പറയുക, ഒരു ഫെസ്റ്റിവൽ സീസണിൽ പറ്റിയൊരു എന്താ പറയുക, ഒരു കൊമേഴ്ഷ്യൽ പടം തന്നെയാണ്. എല്ലാം കൊണ്ടും ബെറ്ററാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.